ഹലോ, സച്ചൂസ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ തന്നെ ഒരു 4 മാസത്തോളമായിട്ടുണ്ടാവും കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ട്. വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മാസം മുതലെങ്കിലും പറ്റുന്ന പോലെ വീഡിയോസ് ഇട്ട് തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. ഇന്ന് രാവിലത്തേക്ക് ദോശയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചു. അപ്പോൾ പൊടി ഇട്ടിട്ട് മാറ്റി വെച്ചു കേട്ടോ. ദോശ ഉണ്ടാക്കുന്ന ദിവസം മിക്കപ്പോഴും ഇവിടെ തക്കാളി ചട്നി തന്നെയാണ് ഉണ്ടാക്കാറ്. തേങ്ങ ചട്നിയേക്കാളും കൂടുതലും ദോശയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടം, എനിക്കായാലും ഏട്ടനായാലും ഇഷ്ടം തക്കാളി ചട്നി തന്നെയാണ്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഇത് ഞങ്ങൾ ഇന്ന് നട്ടിട്ടുള്ള പച്ചക്കറി തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ കുമ്പൊന്ന് നടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറി തൈകൾ ചേട്ടൻ വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നട്ട് വെച്ചേക്കുന്നതാണ് കേട്ടത്. അപ്പോൾ ഇതിൽ തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ തൈ, അതുപോലെ ക്യാബേജിൻ്റെ തൈ, അങ്ങനെയുള്ള പച്ചക്കറികളുടെ തൈകളാണ് കേട്ടോ കൂടുതലുള്ളത്. അങ്ങനെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളുടെ തൈകളാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ നട്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ബജിമുളക്, അതുപോലെ ക്യാരറ്റിൻ്റെ തൈയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. അങ്ങനെ വലിയ കൃഷിത്തോട്ടമൊന്നും അല്ല കേട്ടോ, ചെറിയൊരു കൃഷിത്തോട്ടമാണ്. അപ്പോൾ തൈ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കണത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് നനച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സമയത്തെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ ഈ ചെടി നടുന്നത്. നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചെടികളൊക്കെ നട്ടതിന് ശേഷം ഒന്ന് നനച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊന്നേൻ്റെ ചപ്പൊക്കെയാണ് ഇട്ട് കൊടുക്കണത്. നല്ല തണവ് കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ചെറിയ തൈകളല്ലേ, അപ്പോൾ അത് പൊള്ളി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചപ്പുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ ആ ഒരു തണുവിൽ തന്നെ നന്നായിട്ട് വളർന്നു വരും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈ നടലൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ പണി. പിന്നെ ഉച്ചക്കത്തേക്കായിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ഒരു മീൻകാരൻ വരുന്നുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള അയലയാണ് കേട്ടത്. അപ്പോൾ അയല കറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് വെക്കണത്. അപ്പോൾ അത് ഞാൻ നന്നാക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാളൊക്കെ ഉണ്ടോ, ഇത് മീൻ കവറിൽ നിന്ന് എടുക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ എവിടെ നിന്നാണോ ഓടി വരുന്നതെന്ന് അറിയില്ല കേട്ടോ. എപ്പോഴും ഇവിടെ ഹാജരാണ്. ഇപ്പോൾ മീനോ ചിക്കനോ എന്തെങ്കിലും വാങ്ങുകയൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കഴുകുകയാണെങ്കിൽ ഓടി ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന പങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ കാണില്ല കേട്ടോ. അപ്പോൾ അത് വേറെ ഒച്ചയെടുത്തന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് 2 തണ്ട് കറിവേപ്പിലയും കൂടി പറിക്കട്ടെ കേട്ടോ. അങ്ങനെ കറിവേപ്പിലൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇനി കറി വയ്ക്കാനായിട്ട് നോക്കട്ടെ. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ പിഴിഞ്ഞിട്ട് 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്ക് ഇടുന്ന സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മൺചട്ടിയിലാണ് കറി വെക്കണത്. അപ്പോൾ ആദ്യം തന്നെ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, 1 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നീളനെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 1 തക്കാളി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 3 പച്ചമുളക്, 1 മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ കുടംപുളിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ മീനും ഇട്ട് കൊടുക്കുകയാണ്. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മീനും വന്നിട്ടുണ്ടാവും, കറിയും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളി കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടോ. കുറച്ച് മീൻ ഇവിടെ വറുക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും മീൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.